എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ കുറച്ച് ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് ആണ്. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 5 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കഴിഞ്ഞ വർഷം മുതൽ അപ്ലോഡ് ചെയ്തത് ഈ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളെല്ലാവരും കാണുക. നിങ്ങൾക്ക് എന്തായാലും പ്രയോജനപ്പെടും. 5 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും. കാരണം ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ സെപ്റ്റംബറിൽ നടക്കുന്ന എല്ലാ എക്സാമിൻ്റെയും ആൻസർ കീ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് ഉണ്ട്, ഓണം എക്സാം 2024 ക്ലാസ് 6. അപ്പോൾ അത് തപ്പി നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓക്യുപ്പേഷണൽ ഗ്രൂപ്പ്സ് കുഡ് ബി ഫൗണ്ട് ഇൻ ദ കാർഗാനാസ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിൽ കാണുന്ന ഓക്യുപ്പേഷണൽ ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്? എംബ്രോയിഡേഴ്സ് ഉണ്ട്, ഗോൾഡ് സ്മിത്ത് ഉണ്ട്, ഡയേഴ്സ് ഉണ്ട്, കോബ്ലേഴ്സ് ഉണ്ട്. ആരൊക്കെയാണ്? എംബ്രോയിഡേഴ്സ്, ഗോൾഡ് സ്മിത്ത്, ഡയേഴ്സ്, കോബ്ലേഴ്സ്. അപ്പോൾ കാർഗാനാസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ പണിസ്ഥലം. വിച്ച് ഓക്യുപ്പേഷണൽ ഗ്രൂപ്പ്സ് കുഡ് ബി ഫൗണ്ട് ഇൻ കാർഗാനാസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെ എഴുതേണ്ടത്? എംബ്രോയിഡേഴ്സ്, ഗോൾഡ് സ്മിത്ത്, ഡയേഴ്സ്, കോബ്ലേഴ്സ്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ്, ഒന്നിടവിട്ടുള്ള വർഷങ്ങൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. വാട്ട് ആർ ദ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇനീക്വാലിറ്റീസ് എക്സിസ്റ്റഡ് എമംഗ് ദ പീപ്പിൾ ഇൻ ദ മിഡീവൽ പീരീഡ്? അവിടെ മിഡീവൽ പീരീഡിൽ നിന്നിരുന്ന ഇന്നീക്വാലിറ്റീസ് എന്തൊക്കെയാണ്? ഫുള്ള് എഴുതണം എന്നില്ല, 3 പോയിൻറ്റ്സ് തീർച്ചയായും പഠിച്ചിരിക്കണം. 4 മാർക്കിനനുസരിച്ച് 4 പോയിൻറ്റ്സ്. ഓക്കെ, സോഷ്യൽ സ്റ്റാറ്റസ് വാസ് ഡിറ്റർമിൻഡ് ബേസ്ഡ് ഓൺ കാസ്റ്റ്, ഓക്യുപ്പേഷൻ ആൻഡ് വെൽത്ത്. അപ്പോൾ സമൂഹത്തിൽ നമ്മുടെ സ്റ്റാറ്റസ്, നമ്മുടെ സമൂഹത്തിൽ നമ്മളുടെ ഉള്ള സ്റ്റാറ്റസ് എങ്ങനെയാണ് അവർ തീരുമാനിച്ചിരുന്നത്? ബേസ്ഡ് ഓൺ കാസ്റ്റ്. അപ്പോൾ ഇപ്പം തന്നെ പഠിച്ചു പോവുക. സോഷ്യൽ സ്റ്റാറ്റസ് വാസ് ഡിറ്റർമിൻഡ്, ഡിറ്റർമിൻഡ് എന്ന് പറഞ്ഞാൽ തീരുമാനിക്കുക. അപ്പോൾ സോഷ്യൽ സ്റ്റാറ്റസ് ഓരോരുത്തരുടെയും സ്റ്റാറ്റസ് എങ്ങനെയാണ് തീരുമാനിച്ചിരുന്നത്? ഡിറ്റർമിൻഡ് ബേസ്ഡ് ഓൺ എന്തൊക്കെയാണ്? ഒന്നാമത്തേത് അവർ കാസ്റ്റ്, അതായത് നമ്മുടെ കാസ്റ്റ്, അതായത് നമ്മുടെ ജാതി ഏതാ നോക്കും. പിന്നെ ഓക്യുപ്പേഷൻ, നമ്മുടെ ജോലി ഏതാ നോക്കും. പിന്നെ വെൽത്ത്, നമുക്ക് സമ്പത്തുണ്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആൻസർ എന്താണ്? ആദ്യത്തെ പോയിന്റ്, സോഷ്യൽ സ്റ്റാറ്റസ് വാസ് ഡിറ്റർമിൻഡ് ബേസ്ഡ് ഓൺ കാസ്റ്റ്, ഓക്യുപ്പേഷൻ ആൻഡ് വെൽത്ത്. ഓക്കെ, സോഷ്യൽ സ്റ്റാറ്റസ് വാസ് ഡിറ്റർമിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, ഓക്യുപ്പേഷൻ ആൻഡ് വെൽത്ത്. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് പോയിന്റ് നമുക്ക് എന്ത് എഴുതാം? കിങ്സ്, ലോർഡ്സ്, പ്രീസ്റ്റ്, ഓഫീസേഴ്സ് എക്സെട്ര എൻജോയ്ഡ് ഹയർ സോഷ്യൽ സ്റ്റാറ്റസ്. അപ്പം സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഉയർന്നത് ആരാ എൻജോയ് ചെയ്തത്? ഒന്നാമത്തേത് കിങ്സ്, അറിയാലോ. കിങ്സ് എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ. പിന്നെ ആര്? ലോർഡ്സ്, പ്രഭുക്കന്മാർ. പിന്നെ പ്രീസ്റ്റ്, പുരോഹിതന്മാർ, ഓഫീസേഴ്സ്, ഇവരൊക്കെയാണ് എൻജോയ്ഡ് ഹയർ സോഷ്യൽ സ്റ്റാറ്റസ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് പഠിച്ചല്ലോ, സോഷ്യൽ സ്റ്റാറ്റസ് വാസ് ഡിറ്റർമിൻഡ് ബേസ്ഡ് ഓൺ കാസ്റ്റ്, ഓക്യുപ്പേഷൻ ആൻഡ് വെൽത്ത്. രണ്ടാമത്തെ പോയിന്റ് പഠിച്ച കിങ്, ലോർഡ്സ്, പ്രീസ്റ്റ്, ഓഫീസേഴ്സ്. 4 ആൾക്കാരാണ് കിങ്, ലോർഡ്സ്, പ്രീസ്റ്റ്, ഓഫീസേഴ്സ് എൻജോയ്ഡ് ഹയർ സോഷ്യൽ സ്റ്റാറ്റസ്. ഇനി അടുത്തത്, ദോസ് ഹു എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഹാൻഡ് ക്രാഫ്റ്റ് ബിലോങ്സ് ടു ലോവർ സോഷ്യൽ ക്ലാസ്സസ്. അപ്പോൾ നമ്മുടെ ഹൈ സോഷ്യൽ ക്ലാസ്സസിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ലോവർ സോഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ദോസ് ഹു എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ, കൃഷിപ്പണിയിൽ എൻഗേജ്ഡ് ആയിരുന്നവർ. അതേപോലെ ഹാൻഡിക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കിയിരുന്ന അവരൊക്കെയാണ് സമൂഹത്തിൽ ലോവർ ക്ലാസ്സസിൽ ഉണ്ടായിരുന്നത്. ഈച്ച് കാസ്റ്റ് ഹാസ് ഇറ്റ്സ് ഓൺ കസ്റ്റം ആൻഡ് റിച്വൽസ്. ഓരോ കാസ്റ്റിനും സ്വന്തമായിട്ട് കുറച്ച് കസ്റ്റംസും കുറച്ച് ആചാരങ്ങളും കുറച്ച് രീതികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിൾ കസ്റ്റംസ് ലൈക്ക് സതി ആൻഡ് ചൈൽഡ് മാരേജ് പ്രിവൈൽഡ്. അപ്പം ദുരാചാരമായ സതിയും ചൈൽഡ് മാരേജൊക്കെ എവിടെ ഉണ്ടായിരുന്നു? നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു. ഇനി അടുത്തത് നമ്മൾ പഠിച്ചാണ് ജിയോഗ്രഫിക്കൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മെത്തേഡ് ഓഫ് കൾട്ടിവേറ്റിംഗ് വിത്തൗട്ട് സോയിൽ ഇല്ലാതെ കൃഷി ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതിന് പറയുന്ന പേരാണ് ഹൈഡ്രോപോണിക്സ്. എന്താണ് പറയുക? ഹൈഡ്രോപോണിക്സ്. അപ്പോൾ കൾട്ടിവേറ്റിംഗ് വിത്തൗട്ട് സോയിൽ, അതിൻ്റെ പ്രത്യേകത എന്താണ്? വിത്തൗട്ട് സോയിലാണ്, സോയിലില്ലാതെയാണ് അത് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ പേരെന്താണ്? ഹൈഡ്രോപോണിക്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് എ ഫാമിംഗ് മെത്തേഡ് ദാറ്റ് ഹെൽപ്സ് ടു മേക്ക് എ ഹോം വെജിറ്റബിൾ ഗാർഡൻ ഫോർ ദോസ് ഹൂവർ ലിറ്റിൽ സ്പേസ്. കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉള്ള, നഗരങ്ങളിൽ
സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നിടത്ത് വളരെ ചെറിയ സ്പേസാണ് ഉണ്ടാവുക. അവിടെ ഉപയോഗിക്കാൻ, അവിടെ ഒരു ഫാമിംഗ് നടത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഏത് ഫാമിംഗ് മെത്തേഡാണ് നല്ലത് എന്ന്. ഏതൊക്കെയാണ്? വേർട്ടിക്കൽ ഫാമിംഗ്. എന്താണ് അതിൻ്റെ പേര്? വേർട്ടിക്കൽ നെറ്റ് ഫാമിംഗ്. എന്താണ് വേർട്ടിക്കൽ നെറ്റ് ഫാമിംഗ്? ഇനി അടുത്തത്, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് VFPCK? എന്താണ്? വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള. ഓക്കെ, അപ്പോൾ ഹോർട്ടിക്കൾച്ചറും വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് VFPCK ആണ് നമ്മുടെ കേരളത്തിലുള്ള 2 പ്രോജക്റ്റ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. വിച്ച് ഫിസിയോഗ്രാഫിക് യൂണിറ്റ് ലൈസ് ക്ലോസ് ടു സീ ലെവൽ? സമുദ്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലം ഏതാണ്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ് മിഡ്ലാൻഡ്, ലോലാൻഡ്, ഹൈലാൻഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സമുദ്രതീരം എന്ന് പറയുന്നത് എന്താണ്? ലോലാൻഡാണ്, അതായത് ബിലോ 7.5 മീറ്റേഴ്സ് ഉള്ള സ്ഥലം. ഓക്കെ, അപ്പോൾ ഫിസിയോഗ്രാഫിക് യൂണിറ്റ് ലൈസ് ക്ലോസ് ടു ദ സീ ലെവൽ ഈസ് ലോലാൻഡ്. വാട്ട് ആർ ദ മേജർ ക്രോപ്സ് ഇൻ ലോലാൻഡ്? നമ്മൾ പറഞ്ഞു അല്ലേ, കോക്കനട്ട്, പാടി, ഷുഗർ കെയിൻ, പ്ലെയിൻറ്റിൻ, അർക്കാനട്ട്. എന്തൊക്കെയാണ്? കോക്കനട്ട്, പാടി, ഷുഗർ കെയിൻ, പ്ലെയിൻറ്റിൻ, അർക്കാനട്ട്. അപ്പോൾ ഇതെന്താണ്? ലോലാൻഡ് ആണ്. ഓക്കെ, ഇനി അടുത്തത്, വിച്ച് ടൈപ്പ് ഓഫ് സോയിലോ ഈസ് ഐഡിയ ഫോർ പാടി കൾട്ടിവേഷൻ? നെല്ല് കൃഷിക്ക് ഏത് തരം സോയിലാണ് നല്ലത്? അലൂവിയൽ സോയിൽ. എന്താണ്? അലൂവിയൽ സോയിൽ. നെയിം ദ ക്രോപ്പ് ദാറ്റ് ദ ഹൈലാൻഡ് റീജിയൻ ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ? ഹൈലാൻഡ് റീജിയനിൽ നമുക്ക് കൃഷി ചെയ്യാൻ അത്ര അനുയോജ്യമല്ലാത്ത ഏതാണ്? പ്ലാന്റെയിൻ ആണ്. എന്താണ്? പ്ലാന്റെയിൻ. വിച്ച് ക്രോപ്പ് ഈസ് കൾട്ടിവേറ്റഡ് ഇൻ കോസ്റ്റൽ സ്ട്രെച്ചസ്? കോക്കനട്ട് ആണ്. അതായത് ലോലാൻഡ് ആ പ്രദേശങ്ങളിലൊക്കെ കോസ്റ്റൽ സ്ട്രെച്ചസ് ആണ്, തീരപ്രദേശമുള്ള സ്ഥലങ്ങളാണ് ഈ ലോലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കൃഷി ചെയ്യാൻ ഏറ്റവും നല്ലത് കോക്കനട്ട് ആണ്. വിച്ച് സോയിൽ ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ കോക്കനട്ട് കൾട്ടിവേഷൻ? സലൈൻ അലൂവിയ സോയിലാണ് കോക്കനട്ട് കൾട്ടിവേഷന് നല്ലത്. അത് എവിടെയാണ് ഉള്ളത്? കൂടുതൽ കോസ്റ്റലിലാണ് ഉള്ളത്. അപ്പോൾ കുറച്ച് ചെറിയൊരു വീഡിയോ ആണ്, തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.